ഇന്നലെ ഒരു കസ്റ്റമർ ഫോൺ ചെയ്തു, എന്നോട് ചോദിച്ചു എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്റെ ബിസിനസ്സിന്. ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഗോൾ, വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ്, ലുക്കിംഗ് ഫോർ എ ട്രാഫിക്, ലീഡ്സ്, ബിസിനസ് ബ്രാൻഡിംഗ്, എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്? സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഒബ്ജക്റ്റീവ് ഇല്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ 1 രൂപ ഇട്ടാൽ എനിക്ക് 10 രൂപ തിരിച്ചു കിട്ടണം, ഞാൻ എന്ത് ചെയ്യണം, നീ എന്റെ ബിസിനസ് അനലൈസ് ചെയ്യ്, എന്നിട്ട് ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറ. ഇതാണ് നമ്മുടെ അധിക പേരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്കൊരു വ്യക്തതയില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്? ബ്രാൻഡിംഗ് ആണോ വേണ്ടത്, അതല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വേണ്ട ലീഡ്സ് ആണ് വേണ്ടത്, അതല്ലെങ്കിൽ SEO ഓർഗാനിക്, ഗൂഗിളിലെ ട്രാഫിക് ഓർഗാനിക് ആണ് വേണ്ടത്? ക്ലാരിറ്റി ഇല്ല. എല്ലാവരും സോഷ്യൽ മീഡിയ ചെയ്യുന്നു, എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു, എനിക്കും ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ അവരൊക്കെ വിചാരിക്കുന്നത് ഇന്ന് കാശ് 1 രൂപ മാർക്കറ്റ് സ്പെൻഡ് ചെയ്താൽ നാളെ തന്നെ, അതല്ലെങ്കിൽ ഇന്ന് ഈവനിങ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ 10 രൂപ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. ഇതൊരിക്കലും വർക്കൗട്ട് ആകുകയില്ല. ക്ഷമ വേണം, പേഷ്യൻസ് വേണം. നമുക്ക് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെയിറ്റ്. ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്ത് SEO ആണെങ്കിൽ ഓർഗാനിക്കൽ ട്രാഫിക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് ROI കിട്ടാൻ നമ്മളതിനു വേണ്ടി ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ROI കിട്ടാൻ ആളുകൾ കാത്തിരിക്കാൻ റെഡിയാണ്. 1-2 വർഷം വേണമെങ്കിൽ കാത്തിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ആറ്റിറ്റ്യൂഡ് പക്കെ മാറുകയാണ്.